ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഓണം മൂഡ്. ഓണം മൂഡ് പാട്ടിനെ നൃത്തം ചെയ്ത് വൈറലാവുകയാണ് കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ. ഓഫീസിലെ എല്ലാവരും ഈ വീഡിയോയുടെ ഭാഗമായിട്ടുണ്ട്. നിരവധി പേരാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എത്തിയ ഈ ന്യൂജൻ വീഡിയോ കണ്ടത്. ഈ വൈറൽ വീഡിയോയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്നും എത്തി അശ്വതി ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം മൂഡ് പാട്ട് എല്ലാവർക്കും അറിയാം. ആ പാട്ടിന് വൈറൽ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന കുറേ ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ. ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, പേരെന്ന് പറയുന്നത്? പേര് കൃഷ്ണപ്രസാദ്, പോസ്റ്റ് മാസ്റ്റർ, കൊച്ചി എച്ച്. എങ്ങനെയാണ് ഇത്ര പൊളിയായിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്തത്? ആക്ച്വലി നമ്മളെല്ലാ വർഷവും ഓണാഘോഷം നടത്താറുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫ്, അതുപോലെ നമ്മളുടെ ഇവിടുന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാർ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ആ ഒരു യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ആ ചിങ്ങം 1 തന്നെ ഒരു ടീസർ, ഈ ഒരു ഓണപ്പരിപാടി ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് നമ്മോണം പൊന്നോണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ, ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് സാധാരണ ഒരു ഇതിൽ നമ്മൾ കാഷ്വലായിട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഒത്തിരി വൈറലായി. നമ്മളുടെ ഓഫീസ് കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ ശേഷം നമ്മളിവിടെ എല്ലാവരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തതാണ്. പക്ഷെ അത് ഒത്തിരി വൈറലായി. അപ്പോൾ സന്തോഷമുണ്ട് ഒത്തിരി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, എല്ലാവരുടെയും ഫേസിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു യൂണിറ്റിയാണ്, ഒരു വണ്ണസ്സാണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾക്കും വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇനി വീഡിയോയുടെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. പേരെന്ന് ഹരികൃഷ്ണൻ പേര്. എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്? ഇവിടെ പെട്ടെന്ന് ഒരു പ്രോഗ്രാം, എനിക്കൊരു ടീച്ചർ ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഒരുപാട് ഷോട്ടൊന്നും എടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഒരു ന്യൂജൻ വൈബൊക്കെ ആയോണം. അതെ, എല്ലാവർക്കും തന്നെയാണ്. പ്രായഭേദമൊന്നുമില്ല, എല്ലാവരും ചെറുപ്പമാണ്. അത് ആ ചിരിയിൽ തന്നെ കാണാനുണ്ട് എല്ലാവരും. അതുപോലെ ഡാൻസും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അതെ അതെ അതെ, ഈ ഡാൻസ് കളിച്ചവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല. പലപ്പോഴും പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ജെൻ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു ബിലോ 30 ആണ് ഇവിടുത്തെ ആവറേജ് ഏജ്. ഭയങ്കര പൊളിയാണല്ലോ. അപ്പോൾ ആ ഒരു കൂടെയുള്ളവരെല്ലാം ഇതാണല്ലോ. അപ്പോൾ ആ ഒരു വൈബ് നമുക്കും കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു മനസ്സോടുകൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ദീപയാണ് ഇതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച വേറൊരാൾ. ഇങ്ങനൊരു ഡിസ്കഷൻ വന്നപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാവരും അതിന് കറക്റ്റായിട്ട് ഞങ്ങളെ സഹകരിച്ചു എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരു ചമ്മലൊക്കെ ഉണ്ടാവും വീഡിയോ എടുക്കാൻ പോകാമെന്ന്. പക്ഷേ ഇവിടെ ആർക്കും അത് വന്നില്ല. ഞാൻ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൊച്ചിയിൽ ഇങ്ങനെ ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. കൊച്ചിയിൽ മാത്രമല്ല, എല്ലായിടത്തും ഓണം എത്തിക്കഴിഞ്ഞു. അതിന് ഈ തുടക്കമാണ്, ആ അടിപൊളി ഓണാഘോഷത്തിൻ്റെ തുടക്കമാണ് ഈ വൈറൽ വീഡിയോ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മോണം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.